ഗൈസ്, സോ ഇന്ന് ഇത് എൻ്റെ ഫെർമീറ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലാൻഡ് ലോഡാണ് ടോയ്ച്ചിൽ. അപ്പം ഫെർമീറ്ററിൻ എൻ്റെ ലാൻഡ് ലോഡിൻ്റെ ഗാർഡനാണ്. അപ്പോൾ സോ ഹിയർ ഇസ് കരോള, meine Vermieterin. Hi, ja. So, was machen wir heute? Wir machen den Kompost auf das Land. Ja. Und den Kompost auf die Blumen. Okay. Und dann tun wir das ein bisschen unterarbeiten. Ja, machen wir das. Machen wir. So, los geht's. Guys, ഇത് കോമ്പോസ്റ്റ് ആണ്. ഇത് നമ്മളിങ്ങനെ സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. സോ നമ്മൾ കോമ്പോസ്റ്റ് ഇട്ടു. ഇനി ഇത് കണ്ടോ ഗൈസ്, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് ഉഴുതാൻ പോവുകയാണ്. Das ist untergehoben. Ja. Ja. ജസ്റ്റ് ഈ മണ്ണ് ഇളക്കി മറിക്കുകയാണ്. Die Schuhe vom Rasen runter. This is done. നമ്മൾ ഈ സംഭവം നിറച്ചിത് കണ്ടു. കുറച്ചവിടെ വീണിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി പോതോ തെളിക്ക് വീഴും. സോ ഗൈസ്, നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഇവിടെ ഈ ഗാർഡനിലുള്ള വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പോസ്റ്റ് കിട്ടിയായിരുന്നു. അത് പുള്ളിക്കാർക്ക് കിട്ടിയത് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്താണ്. ഇവിടെ എല്ലാം ഒന്ന് വിതറി ഇത് നിറച്ച് സൺഫ്ലവർ വരും. ഭയങ്കര ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. പിന്നെ നിറച്ച് ചെടികളായിരിക്കും. ഇപ്പം ഇത് ഏപ്രിലിൻ്റെ ഒക്കെ തുടക്കത്തിൽ ചെറുതായിട്ട് ഈ ട്യൂലിപ്സ് പിന്നെ ലില്ലി അങ്ങനെയൊക്കെയുള്ളതാണ് വരുന്നത്. പിന്നെ നമ്മളിവിടുത്തെ ഈ പുല്ല് വെട്ടി അതിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയ് മിഡിൽ ഒരു 20th ഒക്കെ ആകുമ്പോൾ ഒരു 15 to 20th ഒക്കെ ആകുമ്പോൾ ഇവിടെ ഈ ചെടികൾ വലുതാവും. അപ്പം നമ്മുടെ നാട്ടിൽ വലുതായാലും ഒരു വള്ളിയെ പിടിച്ച് കെട്ടി വെക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇവിടെ അതിനായിട്ട് തന്നെ സംഭവമുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഇന്നത്തെ തീരും. സോ ഇത് കണ്ടോ, ഇതാണ് ആ സംഭവം. ഇത് നമ്മൾ ഒരു കമ്പി, അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഒരു സാധനം. ഈ ചെടി വളരുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കും. അപ്പോൾ ഇത് എന്നിട്ട് ഇങ്ങനെ വളർന്ന് പുറത്തോട്ട്, ഇതിന് വലിയ വലിയ പൂവാണ് ഇതിൻ്റെ. അപ്പോൾ അത് മഴയൊക്കെ പെയ്യുമ്പോൾ പൂവ് ഇങ്ങനെ പുറത്തോട്ടൊന്ന് ചെടി ഇങ്ങനെ താന്നു പോകും. അപ്പം ഇത് നമ്മളിങ്ങനെ പതിയെ പൊക്കി വെച്ച് വരും. ഇപ്പോഴാണ് ഇത് ഈ ഒരു സംഭവം വെക്കാൻ പറ്റിയ സമയം. ഈ ചെടികൾ വളരുന്നതിന് മുമ്പ് വെക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. സോ നമുക്കിനി അടുത്ത ഒരെണ്ണം വെച്ച് നോക്കാം. സോ ഗൈസ്, ഇതിങ്ങനെ ഇരിക്കും. ഇത് നമ്മളിങ്ങനെ അടിച്ച് താഴോട്ട് ഇറക്കണം. കുറച്ച് നല്ലപോലെ ചെയ്യണം. കാരണം
കാറ്റൊക്കെ വരുമ്പോൾ താഴെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇതിനങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഇതിൻ്റെ മാക്സിമം ഉള്ളിലാക്കാൻ പറ്റുന്നതെല്ലാം ആക്കും. ഒരെണ്ണം കൂടെ വെക്കണം ഇവിടെ, ഇത് വലുതാവും. തട്ടിമ്പുറമാണ് ഗൈസ്, തട്ടിമ്പുറത്തെ അഞ്ചു. ഓ മൈ ഗോഡ്. സോ കയറേണ്ട ആവശ്യമില്ല, നമ്മൾ പേടിയ സമയം ഇവിടെ ഉണ്ട്. പക്ഷെ ഇതുണ്ട് ഇതിനകത്ത് ഗൈസ്, ഇത് ഇവരുടെ സ്റ്റോർ റൂമാണ്. ഈ ചെടിയുടെയും പിന്നെ ഇവർ ഉപയോഗിച്ച് വേണ്ടാത്തതും അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇവർ വെക്കുന്നത്. പരിപാടി കഴിഞ്ഞു. അപ്പം ഗാർഡനിലെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു ഇന്നത്തേക്കുള്ള. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ദി ഫിങ്സ്ട്രോസൻ. ഇത് റോസപ്പൂ പോലെയും ഭയങ്കര വലിപ്പമാണ്. പിന്നെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമ്മറും കഴിയുമ്പോൾ ഇവർ ഈ ചെടികൾ മുഴുവൻ വെട്ടിക്കളയും ഒരു എൻ്റെ സമ്മറിൻ്റെ എൻഡിൽ. അപ്പോൾ പിന്നെ എന്നിട്ട് ഇത് ഈ പറഞ്ഞ പോലെ മാർച്ച് എൻഡ് ഏപ്രിൽ 1 ആ ഒരു ടൈമിൽ ഇത് നല്ലപോലെ തളിർത്ത് നിറച്ച് ചെടികളുണ്ടാവും. നിറച്ച് പൂക്കളുണ്ടാവും. വെരി വെരി ബ്യൂട്ടിഫുള്ളാണ് പിന്നെ കാണാൻ. സോ ബൈ ഗൈസ്.